ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാത്തോസ് വേൾഡിലേക്ക് സ്വാഗതം. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 1. അധ്യാപക യോഗ്യതാ പരീക്ഷ നടത്താൻ കാരണമായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ദേശീയ വിദ്യാഭ്യാസ നയം 1986. ഓപ്ഷൻ ബി, PWD ആക്ട് 1996. സി, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഡി, ദേശീയ വിദ്യാഭ്യാസ നയം 2020. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ നമുക്ക് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. നമ്മൾ വിദ്യാഭ്യാസ അവകാശം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് അനുച്ഛേദമുണ്ട്. അനുച്ഛേദം ആർട്ടിക്കിൾ 21A പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യസഭയിൽ പാസ്സാക്കിയതെന്ന് പറയുന്നത് 2009 ജൂലൈ 2 അത് ലോകസഭയിൽ പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4. ഇത് പ്രസിഡന്റ് അംഗീകരിച്ചത് 2009 ഓഗസ്റ്റ് 26. ഈ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയോടെ നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ഇത് അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികൾ പ്രധാനപ്പെട്ടവ ഒന്നാണ് സർവശിക്ഷ അഭിയാൻ. അപ്പോൾ ഈ സർവശിക്ഷ അഭിയാൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സർവരും പഠിക്കുക, സർവരും വളരുക എന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പറ്റിയാണ്. കൂട്ടുകാർക്കെല്ലാം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.